ഇന്നത്തെ വീഡിയോയിൽ പുരുഷന്റെ ശ്രദ്ധ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു 3 പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. അത്യാവശ്യമുള്ള 3 പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലുക്കും ഫാഷനും ഒന്നുകൂടി ഇരട്ടിപ്പിക്കുക എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ലുക്കിനും ഫാഷനും സ്ത്രീകൾ വളരെ ഒരു ശ്രദ്ധ കാണിക്കാറില്ല. അപ്പോൾ അത് തുടർന്നും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പഴയതിലും കൂടുതലായി ഫ്ലിർട്ടിങ്ങും അട്രാക്ഷൻ ഇവ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ അട്രാക്ട് ചെയ്തപ്പോഴാണ് പുരുഷനെ സ്വന്തമായത് അതിനേക്കാളും കൂടുതലായിട്ട് ചെയ്യണമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കീപ്പ് ആൻ ഇൻട്രസ്റ്റ് ഓൺ ചാറ്റിംഗ് എന്നുള്ള കാര്യമാണ്. അതായത് ചാറ്റിങ്ങിന് പുരുഷന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചാറ്റിങ്. ചാറ്റിങ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുക. ലെങ്തി ആയിട്ടുള്ള മെസ്സേജുകൾ അയച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത് ഒരാൾക്ക് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ വലിയ വലിയ മെസ്സേജുകൾ അയക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞൊരു ചുവന്നൊരു ഐക്കൺ ഉണ്ടല്ലോ, മറ്റേ സ്റ്റോപ്പിൻ്റെ സിമ്പൽ, ഹെക്സഗണലായിട്ടുള്ള റെഡ് കളർ, അത് 2 ഇട്ടതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതി അവനൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് നോക്കുക. അപ്പോൾ അവൻ ഇമ്പോർട്ടൻസ് കിടക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും വായിക്കുകയും ചെയ്യും. വലിയ മെസ്സേജ് ആയതുകൊണ്ട് എന്തായാലും അറിയണമെന്നുള്ള രീതിയിലാണ് എഴുതിയെന്നുള്ള രീതിയിൽ വായിക്കുകയും ചെയ്യും. പുരുഷന് വാട്സപ്പ് ചാറ്റിങ് വളരെ ഇഷ്ടമുള്ള ആളാണ് പുരുഷൻ. അതിന് ഞാനൊരു തെളിവ് കൂടെ നിങ്ങൾക്ക് തരികയാണ്. പണ്ടൊക്കെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളൊരു മെസ്സേജിന് റിപ്ലൈ കൊടുത്തില്ല, അല്ലെങ്കിൽ കുറച്ച് താമസിച്ചു പോയി, ഞൊടിയിടയിൽ റിപ്ലൈ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പുരുഷൻ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം അത്രയ്ക്കും പുരുഷന് ഈ മെസ്സേജുകൾ എന്ന് പറയുന്ന പുരുഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ തന്നെ പുരുഷന് ദേഷ്യം വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ മാത്രമല്ല പുരുഷൻ അല്പം നീളമുള്ള മെസ്സേജുകളാണ് സ്ത്രീകൾക്ക് അയക്കാറുള്ളത്. സ്ത്രീകൾ വളരെ ഷോർട്ടായിട്ട് ചെറിയ വേർഡിലോ ഫ്രേസിലോ ഉള്ള ആൻസറുകളായിരിക്കും പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വലിയ വലിയ ലെങ്തി ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ ഈ 3 പോയിന്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 50% നമുക്ക് നമ്മളുടെ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവൻ്റെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാനും പറ്റും. ഇനി അഡീഷണലായിട്ടുള്ള ഒരു മെന്നിൻ്റെ ഒരു സൈക്കോളജി എന്നുള്ള രീതിയിൽ ഞാനൊരു കാര്യം പറയുകയാണ്. മെന്നിൻ്റെ ബ്രെയിനിൽ 4 അറകളുണ്ട്, സ്ത്രീകൾക്ക് 3 അറകളേ ഉള്ളൂ. സ്ത്രീകളുടെ ബ്രെയിനിൽ പുരുഷന്റെ ബ്രെയിനിലുള്ള അറകളെക്കാളും 1 കുറവാണ്. ഈ അഡീഷണലായിട്ടുള്ള ഒരു അറ എന്ന് പറയുന്നത് പുരുഷനൊരു ദാനമായിട്ട് കിട്ടിയതാണ്. അത് ആ അറയെന്ന് പറയുന്ന ശൂന്യ അറ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പുരുഷന് ഒന്നും ഇല്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും. അതായത് ഒന്നും ചിന്തിക്കാതിരിക്കാൻ പുരുഷന് പറ്റും. ചിന്തിക്കാതിരിക്കുന്ന അവസ്ഥയാണത്, ശൂന്യ അറയാണത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ പുരുഷൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിപ്ലൈ തരാത്തത് അവൻ ഈ ശൂന്യ അറയിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. അതൊരു അറിവാണ്, നമുക്ക് അത് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.